എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ഇറഗുലർ വേർബ്സിൻ്റെ V1, V2, V3 ഫോംസ് ഏതൊക്കെയാണെന്നും അത് വെച്ച് എങ്ങനെ സെൻറ്റൻസസ് ഫോം ചെയ്യാം എന്നും കണ്ടു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് കുറച്ച് ഇറഗുലർ വേർബ്സോട് നോക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. ഫസ്റ്റ് വേർഡ് ഫൈൻഡ് ആണ്. ഫൈൻഡ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക എന്നാണ്. ഇതിൻ്റെ പാസ്റ്റ് ഫോം, അതായത് V2 ഫോം എന്ന് പറയുന്നത് ഫൗണ്ട് ആണ്. V3 ഫോമും ഫൗണ്ട് ആണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ, വാടക കൊടുക്കാനുള്ള ആവശ്യത്തിന് പണം കണ്ടെത്തുവാൻ ഞങ്ങൾ പാടുപെടുകയാണ് എന്ന് പറയണം. ഇതെങ്ങനെയാണ് പറയുന്നത്? വി ആർ സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ഇനഫ് മണി ടു പേ ദ റെൻറ്റ്. വി ആർ സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ഇനഫ് മണി ടു പേ ദ റെൻറ്റ്. വി ആർ സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാടുപെടുകയാണ് എന്നാണ്. ടു ഫൈൻഡ് ഇനഫ് മണി എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് പണം കണ്ടെത്താൻ. ടു പേ ദ റെൻറ്റ് എന്ന് പറഞ്ഞാൽ വാടക കൊടുക്കാൻ എന്നാണ്. സോ വി ആർ സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ഇനഫ് മണി ടു പേ ദ റെൻറ്റ്. ഇനി അടുത്ത സെൻറ്റൻസ്, അവിടെയുള്ള മേശപ്പുറത്ത് ഞാൻ ആ പുസ്തകം കണ്ടെത്തി എന്ന് പറയണം. അപ്പോൾ അതെങ്ങനെ പറയും? ഐ ഫൗണ്ട് ദാറ്റ് ബുക്ക് ഓൺ ദി ടേബിൾ ഓവർ ദർ. ഓൺ ദി ടേബിൾ ഓവർ ദർ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള മേശപ്പുറത്ത് എന്നാണ് മീനിങ്. ഐ ഫൗണ്ട് ദാറ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ബുക്ക് കണ്ടെത്തി എന്നാണ്. സോ ഐ ഫൗണ്ട് ദാറ്റ് ബുക്ക് ഓൺ ദ ടേബിൾ ഓവർ ദർ. അവിടെയുള്ള ആ മേശപ്പുറത്ത് ഞാൻ ആ പുസ്തകം കണ്ടെത്തി എന്നാണ് മീനിങ്. ഇവിടെ ഫൗണ്ട് എന്നുള്ളത് V2 ഫോമാണ്. ഇനി അടുത്ത സെൻറ്റൻസ്, നീ ആ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എന്തെങ്കിലും വഴി കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഹാവ് യു ഫൗണ്ട് എനി വേ എന്ന് ചോദിക്കാം. ഹാവ് യു ഫൗണ്ട് എനി വേ. ആ പ്രശ്നം പരിഹരിക്കാൻ എന്ന് പറയാൻ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. ഹാവ് യു ഫൗണ്ട് എനി വേ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നീ ആ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും വഴി കണ്ടെത്തിയിട്ടുണ്ടോ എന്നാണ് മീനിങ്. ഹാവ് യു ഫൗണ്ട് എനി വേ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. ഇനി അടുത്ത വേർഡാണ് നോ. നോ എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. അതിൻ്റെ പാസ്റ്റ് ഫോം, അതായത് V2 ഫോം ന്യൂ ആണ്, V3 ഫോം നോൺ ആണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ ഇതാണ്. അവൾക്ക് അവളുടെ സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും പേരറിയാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഷീ നോസ് ദ നെയിം ഓഫ് എവറി കിഡ് ഇൻ ഹർ സ്കൂൾ. ഷീ നോസ് ദ നെയിം ഓഫ് എവറി കിഡ് ഇൻ ഹർ സ്കൂൾ. ഷീ നോസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് അറിയാം എന്നാണ്. ഇവിടെ നോസ് എന്ന് വന്നത് എന്തുകൊണ്ടാണ്? ഷീ സിംഗുലർ ആണ്. അതുകൊണ്ട് സബ്ജക്റ്റ് സിംഗുലർ ആയാൽ കൂട്ടത്തിൽ വരുന്ന വേർബും സിംഗുലർ ആകണം. വേർബിനെ സിംഗുലർ ആക്കാൻ ബേസ് ഫോമിൻ്റെ കൂടെ SO ESO ആഡ് ചെയ്യുക. സോ ഷീ നോസ് എന്ന് വരും. അവളുടെ സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും പേര് എന്നാണ് പറഞ്ഞത്. ദ നെയിം ഓഫ് എവറി കിഡ് ഇൻ ഹർ സ്കൂൾ. ദ നെയിം ഓഫ് എവറി കിഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളുടെയും പേര് എന്നുള്ള മീനിങ് ആണ്. ഇൻ ഹർ സ്കൂൾ എന്ന് പറഞ്ഞാൽ അവളുടെ സ്കൂളിലെ. സോ ഷീ നോസ് ദ നെയിം ഓഫ് എവറി കിഡ് ഇൻ ഹർ സ്കൂൾ. ഇനി അടുത്ത സെൻറ്റൻസ്, എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു എന്ന് പറയണം. അവൾക്കറിയാമായിരുന്നു എന്ന് പറയാൻ ഷീ ന്യൂ. ന്യൂ എന്നത് നോയുടെ പാസ്റ്റ് ടെൻസ് ആണ്. എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയാൻ ദാറ്റ് സംതിങ് വാസ് റോങ്. ഷീ ന്യൂ ദാറ്റ് സംതിങ് വാസ് റോങ്. ഇനി അടുത്ത സെൻറ്റൻസ് ഇതാണ്. എനിക്കെൻ്റെ ഉറ്റ സുഹൃത്തിനെ 10 വർഷത്തിലധികമായിട്ട് അറിയാം എന്ന് പറയണം. അതെങ്ങനെ പറയും? ഐ ഹാവ് നോൺ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ മോർ ദാൻ 10 years. I have known my best friend for more than 10 years. I have known my best friend എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സുഹൃത്തിനെ അറിയാം എന്നുള്ള മീനിങ് ആണ്. ഫോർ മോർ ദാൻ 10 years എന്ന് പറഞ്ഞാൽ 10 വർഷത്തിലധികമായിട്ട് എന്നുള്ള മീനിങ് ആണ്. സോ ഐ ഹാവ് നോൺ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ മോർ ദാൻ 10 years. സോ ഇവിടെ ഹാവിൻ്റെ കൂടെ വേർബിൻ്റെ V3 ഫോം ഉപയോഗിച്ചു. ഇനി അടുത്ത വേർഡാണ് ഹോൾഡ്. ഹോൾഡ് എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നുള്ള മീനിങ് ആണ്. അതേപോലെ തന്നെ സ്ഥാനം വഹിക്കുക എന്നുള്ള മീനിങ്ങും ഉണ്ട്. അതിൻ്റെ V2 ഫോം ഹെൽഡ് ആണ്. V3 ഫോമും ഹെൽഡ് ആണ്. സോ ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ കതക് തുറക്കുമ്പോൾ നിനക്ക് എൻ്റെ ബാഗ് ഒന്ന് പിടിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും?
Can you hold my bag while I open the door? Can you hold my bag while I open the door? Can you hold my bag എന്ന് ചോദിച്ചാൽ നിനക്ക് എൻ്റെ ബാഗ് പിടിക്കാൻ കഴിയുമോ എന്നാണ്. While I open the door എന്ന് പറഞ്ഞാൽ ഞാൻ കതക് തുറക്കുമ്പോൾ എന്നാണ്. So can you hold my bag while I open the door? ഇനി അടുത്ത സെൻറ്റൻസ്, കുഞ്ഞു പെൺകുട്ടി അവളുടെ അമ്മയുടെ കയ്യിൽ പിടിച്ചു എന്ന് പറയണം. അതെങ്ങനെ പറയും? The little girl held her mother's hand. The little girl held her mother's hand എന്ന് പറഞ്ഞാൽ കുഞ്ഞു പെൺകുട്ടി അവളുടെ അമ്മയുടെ കയ്യിൽ പിടിച്ചു എന്നാണ് മീനിങ്. ഇനി അടുത്ത ഒരു സെൻറ്റൻസ്, അവൻ ഈ കമ്പനിയിൽ ധാരാളം സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ അതെങ്ങനെ പറയും? He has held many positions at this company. He has held many positions at this company. At this company എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയിൽ എന്നുള്ള മീനിങ് ആണ്. He has held many positions എന്ന് പറഞ്ഞാൽ അവൻ ധാരാളം സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് എന്നാണ് മീനിങ്. So he has held many positions at this company. ഇവിടെ held എന്നുള്ളത് V3 ഫോം ആണ്. ഇനി അടുത്ത വേർഡാണ് കട്ട്. കട്ട് എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നുള്ള മീനിങ് ആണ്. ഇതിൻ്റെ V2 ഫോമും V3 ഫോമും കട്ട് തന്നെയാണ്. സോ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ പച്ചക്കറികൾ ചെറിയ കഷ്ണങ്ങളായി മുറിക്കൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? കട്ട് ദീസ് വെജിറ്റബിൾസ് ഇൻറ്റു സ്മോൾ പീസസ്. കട്ട് ദീസ് വെജിറ്റബിൾസ് ഇൻറ്റു സ്മോൾ പീസസ്. ഇൻറ്റു സ്മോൾ പീസസ് എന്ന് പറഞ്ഞാൽ ചെറിയ കഷ്ണങ്ങളായി എന്നുള്ള മീനിങ് ആണ്. കട്ട് ദീസ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഈ പച്ചക്കറികൾ മുറിക്കുക എന്നാണ് മീനിങ്. സോ കട്ട് ദീസ് വെജിറ്റബിൾസ് ഇൻറ്റു സ്മോൾ പീസസ്. ഇവിടെ V1 ഫോമാണ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിൽ പറയണം. അതായത് അവൾ കേക്ക് 6 കഷ്ണമായി മുറിച്ചു, എന്നിട്ട് ഓരോ കുട്ടിക്കും ഓരോ സ്ലൈസ് വീതം കൊടുത്തു എന്ന് പറയണം. അതെങ്ങനെ പറയും? ഷീ കട്ട് ദ കേക്ക് ഇൻറ്റു 6 pieces and gave each child a slice. She cut the cake into 6 pieces and gave each child a slice. She cut the cake into 6 pieces എന്ന് പറഞ്ഞാൽ അവൾ കേക്ക് 6 കഷ്ണങ്ങളായി മുറിച്ചു എന്നാണ്. ഇവിടെ കട്ട് എന്നുള്ളത് V2 ഫോമാണ്. ആൻഡ് ഗേവ് each child a slice എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിക്കും ഓരോ സ്ലൈസ് വീതം നൽകി എന്നാണ്. ഇനി അടുത്ത സെൻറ്റൻസ്, നിങ്ങൾ എത്ര മരങ്ങൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? How many trees have you cut down? How many trees have you cut down? എന്ന് പറഞ്ഞാൽ എത്ര മരങ്ങൾ നിങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാണ് മീനിങ്. കട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ മുറിച്ചു മാറ്റുക എന്നുള്ള മീനിങ് ആണ്. സോ ഇവിടെയുള്ള കട്ട് എന്നുള്ളത് V3 ഫോമാണ്. ഇനി അടുത്ത വേർഡാണ് പുട്ട്. പുട്ട് എന്ന് പറഞ്ഞാൽ ഇടുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. സോ ഇതിൻ്റെയും V2 ഫോമും V3 ഫോമും പുട്ട് തന്നെയാണ്. സോ എക്സാമ്പിൾ പറയാം. നിന്റെ വസ്ത്രങ്ങൾ അലമാരിയിൽ വെക്കുക എന്ന് പറയണം. അതെങ്ങനെ പറയും? പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ കബഡ്. പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ കബഡ് എന്ന് പറഞ്ഞാൽ നിന്റെ വസ്ത്രങ്ങൾ അലമാരിയിൽ വെക്കുക എന്നുള്ള മീനിങ് ആണ്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഞാൻ അവനെ ആശ്വസിപ്പിക്കാൻ എൻ്റെ കൈ അവനെ ചുറ്റിപ്പിടിച്ചു എന്ന് പറയണം. ഇവിടെ V2 ഫോമാണ്. അതും പുട്ട് തന്നെയാണ്. അതെങ്ങനെ പറയും? ഐ പുട്ട് മൈ ആം എറൗണ്ട് ഹിം ടു കംഫർട്ട് ഹിം. ഐ പുട്ട് മൈ ആം എറൗണ്ട് ഹിം ടു കംഫർട്ട് ഹിം. ഐ പുട്ട് മൈ ആം എറൗണ്ട് ഹിം എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ ചുറ്റിപ്പിടിച്ചു എന്നാണ് മീനിങ്. എൻ്റെ കൈകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു. ടു കംഫർട്ട് ഹിം എന്ന് പറഞ്ഞാൽ അവനെ ആശ്വസിപ്പിക്കാൻ. സോ ഐ പുട്ട് മൈ ആം എറൗണ്ട് ഹിം ടു കംഫർട്ട് ഹിം. ഇനി അടുത്ത സെൻറ്റൻസ്, നിങ്ങൾ എൻ്റെ താക്കോൽ എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? വേർ ഹാവ് യു പുട്ട് മൈ കീ. വേർ ഹാവ് യു പുട്ട് മൈ കീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ താക്കോൽ എവിടെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ള മീനിങ് ആണ്. ഇവിടെ പുട്ട് എന്നുള്ളത് V3 ഫോമാണ്. ഇനി അടുത്ത വേർഡാണ് ഡീൽ. ഡീൽ എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഇതിൻ്റെ പാസ്റ്റ് ഫോം ഡെൽറ്റ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അതായത് V3 ഫോമും ഡെൽറ്റ് ആണ്. സോ നമുക്കിങ്ങനെ പറയണം, അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറയണം. അതെങ്ങനെ പറയും?
യു ഷുഡ് നോ ഹൗ ടു ഡീൽ വിത്ത് ദം. യു ഷുഡ് നോ ഹൗ ടു ഡീൽ വിത്ത് ദം. യു ഷുഡ് നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ്. ഹൗ ടു ഡീൽ വിത്ത് ദം എന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എന്നാണ്. സോ യു ഷുഡ് നോ ഹൗ ടു ഡീൽ വിത്ത് ദം. ഇവിടെ ഡീൽ എന്നുള്ളത് V1 ഫോമാണ്. ഇനി പാസ്റ്റ് ഫോമിൽ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഞങ്ങൾ അവളുടെ എല്ലാ പരാതികളും കൈകാര്യം ചെയ്തു എന്ന് പറയണം. കൈകാര്യം ചെയ്തു എന്ന് പറയണമെങ്കിൽ ഡെൽറ്റ് വരും. വി ഡെൽറ്റ് വിത്ത് all her complaints. We dealt with all her complaints. All her complaints എന്ന് പറഞ്ഞാൽ അവളുടെ എല്ലാ പരാതികളും. അവളുടെ എല്ലാ പരാതികളും ഞങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് പറയാനാണ് we dealt with all her complaints. ഇനി V3 ഫോം വെച്ചിട്ടുള്ളൊരു എക്സാമ്പിൾ. അതായത് സമാനമായ ധാരാളം കേസുകൾ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. അതെങ്ങനെ പറയും? അവിടെ ഹാവ് ഡെൽറ്റ് വരും. അതായത് V3 ഫോം. വി ഹാവ് ഡെൽറ്റ് വിത്ത് മെനി സിമിലർ കേസസ്. വി ഹാവ് ഡെൽറ്റ് വിത്ത് മെനി സിമിലർ കേസസ്. മെനി സിമിലർ കേസസ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള, അതായത് സമാനമായിട്ടുള്ള ധാരാളം കേസുകൾ എന്നുള്ള മീനിങ് ആണ്. സോ വി ഹാവ് ഡെൽറ്റ് വിത്ത് മെനി സിമിലർ കേസസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സമാനമായിട്ടുള്ള ധാരാളം കേസുകൾ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് മീനിങ്. വി ഹാവ് ഡെൽറ്റ് വിത്ത് മെനി സിമിലർ കേസസ്. സോ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.